ശിശുദിന ക്വിസ് പാർട്ട് 4 വീഡിയോ ആണിത്. ഓരോ ചോദ്യവും 2 തവണ വായിക്കുന്നുണ്ട്. അതിനുള്ളിൽ ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ചോദ്യം 1. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം മണിപ്പൂർ. ചോദ്യം 2. നെഹ്റു ക്രിപ്സ് മിഷനുമായി ഭരണപരിഷ്കാര ചർച്ച നടത്തിയ വർഷം ഏതാണ്? നെഹ്റു ക്രിപ്സ് മിഷനുമായി ഭരണപരിഷ്കാര ചർച്ച നടത്തിയ വർഷം ഏതാണ്? ഉത്തരം 1942. ചോദ്യം 3. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് എവിടെ വച്ചാണ്? നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് എവിടെ വെച്ചാണ്? ഉത്തരം ജയിലിൽ വെച്ച്. ചോദ്യം 4. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ്? ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ചോദ്യം 5. 1946 സെപ്റ്റംബർ 2 അധികാരമേറ്റ ഇടക്കാല മന്ത്രിസഭയിൽ ഉപാധ്യക്ഷനായ ജവഹർലാൽ നെഹ്റു ഉൾപ്പെട്ട മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 1946 സെപ്റ്റംബർ 2 അധികാരമേറ്റ ഇടക്കാല മന്ത്രിസഭയിൽ ഉപാധ്യക്ഷനായ ജവഹർലാൽ നെഹ്റു ഉൾപ്പെട്ട മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? ഉത്തരം 12. ചോദ്യം 6. ഇന്ത്യയിൽ 1946 സെപ്റ്റംബറിൽ രൂപവൽക്കരിച്ച ഇടക്കാല മന്ത്രിസഭയിൽ നെഹ്റുവിൻ്റെ പദവി എന്തായിരുന്നു? ഇന്ത്യയിൽ 1946 സെപ്റ്റംബറിൽ രൂപവൽക്കരിച്ച ഇടക്കാല മന്ത്രിസഭയിൽ നെഹ്റുവിൻ്റെ പദവി എന്തായിരുന്നു? ഉത്തരം ഉപാധ്യക്ഷൻ. ചോദ്യം 7. താൻ വളർത്തിയ കരടിക്കുട്ടിയായ പാണ്ഡയ്ക്ക് നെഹ്റു നൽകിയ പേര് എന്താണ്? താൻ വളർത്തിയ കരടിക്കുട്ടിയായ പാണ്ഡയ്ക്ക് നെഹ്റു നൽകിയ പേര് എന്തായിരുന്നു? ഉത്തരം ഭീംക. ചോദ്യം 8. തുടർച്ചയായി 3 പഞ്ചവത്സര പദ്ധതികളിൽ അധ്യക്ഷം വഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? തുടർച്ചയായി 3 പഞ്ചവത്സര പദ്ധതികളിൽ അധ്യക്ഷം വഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 9. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് ആരാണ്? 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് ആരാണ്? ഉത്തരം വിയ്യപുരം ചുണ്ടൻ. ചോദ്യം 10. സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നെഹ്റു തൻ്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു പ്രതിമയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ആരുടേതാണ് ഈ പ്രതിമ? സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നെഹ്റു തൻ്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു പ്രതിമയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ആരുടേതാണ് ഈ പ്രതിമ? ഉത്തരം എബ്രഹാം ലിങ്കൺ. ചോദ്യം 11. 2025 നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? 2025 നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? വെള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. കാക്കയുടെ പേര് കാത്തു. ചോദ്യം 12. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയ സ്ഥലം ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയ സ്ഥലം ഏതാണ്? ഉത്തരം ഇന്ത്യ ഗേറ്റിനടുത്ത്. ചോദ്യം 13. ദേശീയ പ്രസ്ഥാനത്തിനകത്തും രാജ്യത്താകമാനവും സോഷ്യലിസ്റ്റ് ഇന്ത്യ എന്ന ദർശനം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ദേശീയ പ്രസ്ഥാനത്തിനകത്തും രാജ്യത്താകമാനവും സോഷ്യലിസ്റ്റ് ഇന്ത്യ എന്ന ദർശനം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു.
ചോദ്യം 14. കുട്ടികൾ കഴിഞ്ഞാൽ നെഹ്റു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് എന്തിനെയായിരുന്നു? കുട്ടികൾ കഴിഞ്ഞാൽ നെഹ്റു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് എന്തിനെയായിരുന്നു? ഉത്തരം വളർത്തുമൃഗങ്ങളെ. ചോദ്യം 15. നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം എൻ ഓട്ടോബയോഗ്രഫി ടുവേർഡ്സ് ഫ്രീഡം. ചോദ്യം 16. 1942 1946 കാലഘട്ടത്തിൽ ജയിൽവാസത്തിനിടെ ജവഹർലാൽ നെഹ്റു എഴുതിയ പുസ്തകം ഏതാണ്? 1942 1946 കാലഘട്ടത്തിൽ ജയിൽവാസത്തിനിടെ ജവഹർലാൽ നെഹ്റു എഴുതിയ പുസ്തകം ഏതാണ്? ഉത്തരം ഇന്ത്യയെ കണ്ടെത്തൽ. ചോദ്യം 17. ഇന്ദിരാഗാന്ധിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം ഇന്ദിര പ്രിയദർശിനി നെഹ്റു. ചോദ്യം 18. സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉയർത്തിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവാണ്. എത്ര പ്രാവശ്യമാണ് ഉയർത്തിയത്? സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉയർത്തിയത് നെഹ്റുവാണ്. എത്ര പ്രാവശ്യമാണ് ഉയർത്തിയത്? ഉത്തരം 17 തവണ. ചോദ്യം 19. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റുവിനെ. ചോദ്യം 20. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നടന്ന കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നെഹ്റുവിൻ്റെ പിന്തുണയോടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നടന്ന കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നെഹ്റുവിൻ്റെ പിന്തുണയോടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം പട്ടാഭി സീതാരാമയ്യ. ചോദ്യം 21. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം CH കുഞ്ഞപ്പ. ചോദ്യം 22. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1964. ചോദ്യം 23. പഞ്ചായത്തി രാജ് എന്ന വാക്കിൻ്റെ ശില്പി ആരാണ്? പഞ്ചായത്തി രാജ് എന്ന വാക്കിൻ്റെ ശില്പി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 24. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മുംബൈ. ചോദ്യം 25. ഭരണഘടനയുടെ ഏതു ഭാഗമാണ് നെഹ്റു തയ്യാറാക്കിയത്? ഭരണഘടനയുടെ ഏതു ഭാഗമാണ് നെഹ്റു തയ്യാറാക്കിയത്? ഉത്തരം ആമുഖം. ചോദ്യം 26. ജവഹർലാൽ അമർ ഹോ എന്ന മലയാളം കവിത രചിച്ചത് ആരാണ്? ജവഹർലാൽ അമർ ഹോ എന്ന മലയാളം കവിത രചിച്ചത് ആരാണ്? ഉത്തരം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ചോദ്യം 27. ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലികാനാമം എന്താണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലികാനാമം എന്താണ്? ഉത്തരം ചാണക്യൻ. ചോദ്യം 28. നെഹ്റുവിൻ്റെ സ്മരണയിൽ ഇന്ന് മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്ന അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ താമസിച്ചിരുന്ന വീട്? നെഹ്റുവിൻ്റെ സ്മരണയിൽ ഇന്ന് മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്ന അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ താമസിച്ചിരുന്ന വീട് ഏതാണ്? ഉത്തരം തീൻ മൂർത്തി ഭവൻ. ചോദ്യം 29. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ്?
ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഭരണഘടനയുടെ ആമുഖം. ചോദ്യം 30. ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ ആര്? ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ ആരാണ്? ഉത്തരം റോഷൻ സേത്ത്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ചോദ്യം 2. 2025 ജവഹർലാൽ നെഹ്റുവിൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്? 2025 ജവഹർലാൽ നെഹ്റുവിൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.